ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പതിവിലും വ്യത്യസ്തമായ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായിട്ട് ഓപ്പർച്യൂണിറ്റി കാർഡിനെ കുറിച്ച് ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിരുന്നു. അതായത് എങ്ങനെ നമുക്ക് ഇവിടേക്ക് ഓപ്പർച്യൂണിറ്റി കാർഡിൽ എത്താം, അല്ലെങ്കിൽ ഏതൊക്കെ പ്രൊഫഷണൽ ഉള്ളവർക്കാണ് അതിനുവേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് അതിനുവേണ്ടി പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോസ് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് റിക്വസ്റ്റ് ചെയ്ത പ്രകാരമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഓപ്പർച്യൂണിറ്റി കാർഡിൽ വന്ന് ജർമ്മനിയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. പക്ഷേ അവർ നാട്ടിൽ നിന്ന് വന്നപ്പോൾ അവർ ഏതൊരു പ്രൊഫഷനാണോ അവർ അപ്ലൈ ചെയ്തിരുന്നത് ആ സെയിം പ്രൊഫഷനിലല്ല അവർക്ക് ഇവിടെ വന്നപ്പോൾ ജോലി കിട്ടിയത്. ചിലർക്ക് സെയിം പ്രൊഫഷനിൽ തന്നെ കിട്ടി ഇവിടെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവാം. പക്ഷെ അങ്ങനെ അല്ലാതെ സെയിം പ്രൊഫഷനിൽ ഇപ്പോൾ കിട്ടിയില്ല, വേറൊരു പ്രൊഫഷനിൽ നമുക്ക് ജോലി കിട്ടി. അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എംപ്ലോയ്മെന്റ് വിസയിലേക്ക് എങ്ങനെ മാറാം എന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ഇത് ചോദിച്ചപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഇപ്പോൾ കുറേ റിക്വസ്റ്റ് വന്നത് പ്രകാരമാണ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ അത് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തും അതുപോലെ നമുക്ക് അറിയാവുന്നവരോടൊക്കെ ചോദിച്ചൊക്കെയാണ് നമ്മൾ ചെയ്തത്. പക്ഷേ ഈ ഓപ്പർച്യൂണിറ്റി കാർഡിൽ വന്നിട്ട് ഇവിടെ എംപ്ലോയ്മെന്റ് വിസയിൽ വർക്ക് ചെയ്യുന്ന ആരെയും തന്നെ എനിക്ക് പരിചയമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതെങ്ങനെയാണ് എംപ്ലോയ്മെന്റ് വിസയിലേക്ക് മാറുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരെങ്കിലും ഓപ്പർച്യൂണിറ്റി കാർഡിൽ വന്നിട്ട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് വന്ന സെയിം പ്രൊഫഷനിലല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പ്രൊഫഷനിൽ ജോലി കിട്ടി എംപ്ലോയ്മെന്റ് വിസയിലേക്ക് മാറി ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ അടിയിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുവാണെങ്കിൽ ഇതുപോലെ ഈ ഒരു കാർഡിൽ ഇവിടെ വന്നിട്ട് എംപ്ലോയ്മെന്റ് വിസയിലേക്ക് മാറാൻ പറ്റാതെ വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ അത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.